السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. اللهم صل وسلم وبارك على حبيبك ورسولك سيدنا محمد وعلى آل سيدنا مولانا شفيعنا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان المؤمنون لينفروا كافة فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون. صدق الله مولانا العظيم. هنيئا لسادات بأحباب ملتي لجمعية العلماء سمست العلية. ഏറ്റവും ആദരണീയരായ അമീനുൽ ഉമ്മ, അമീനു ശരീഅ സയ്യിദ് അലി ബാഫഖീഹ് തവറല്ലാഹു ഉംറഹു മഅസിയത്തി വൽ ആഫിയ അവരടക്കമുള്ള സാദാത്തുക്കൾ, എൻ്റെ അഭിനരായ ഗുരുനാഥനും മുർഷിദും കൂടിയായ വില്യാപ്പള്ളി ഉസ്താദ് അടക്കം നാം ആദരിച്ച സുന്നി ഫൈസി അടക്കമുള്ള തന്നൽ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെയും ജമിയത്തുൽ മുഅല്ലിമീൻ്റെയും അഭിനന്ദരായ നേതൃത്വം, എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളായ പഴയ സുഹൃത്തുക്കൾ, മാന്യ ശ്രോതാക്കൾ, സമസ്ത സാധിപ്പിച്ചെടുത്ത വിദ്യാഭ്യാസ വിപ്ലവം ഒരു വലിയ മണിക്കൂറുകൾ നീണ്ടു നിന്ന് പറയേണ്ട വിഷയമാണ്. ഞങ്ങളെ കാത്ത് ട്രെയിൻ നിൽക്കുന്നുണ്ട്, നിങ്ങളെ കാത്ത് ഭക്ഷണപ്പൊതിയും കാത്ത് നിൽക്കുന്നുണ്ട്. അത് രണ്ടിൻ്റെയും ഇടയിൽ ഈ വലിയ വിഷയം അവതരിപ്പിക്കുക എന്നുള്ളത് പണ്ട് ഭൂതത്തെ പിടിച്ച് പാത്രത്തിലാക്കാൻ ബുക്കനെ ഏൽപ്പിച്ച അവസ്ഥയിലാണ് സത്യത്തിലുള്ളത്. കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള സമസ്ത നമ്മൾ 5-6 മണിക്കൂറൊക്കെ പറഞ്ഞത് കേട്ട ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. ശേഷമുള്ള ആനുകാലിക സംഭവ വികാസങ്ങളും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കുതിച്ചു ചാട്ടവും നമ്മുടെ കുതിപ്പും പലരുടെയും കിതപ്പും അതെല്ലാം പാടെ പറയുമ്പോഴേക്ക് നിങ്ങളുടെ ചോറും ഞങ്ങളുടെ ട്രെയിനും നഷ്ടപ്പെടുമെന്ന് ഭയന്ന് ഞാൻ അതിൻ്റെ ഖുലാസ മാത്രം പറയാം. അഥവാ സമസ്ത അത് സാധിപ്പിച്ചെടുത്ത വിദ്യാഭ്യാസ വിപ്ലവം. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ തന്നെ വിദ്യയും അതിൻ്റെ അഭ്യാസവും രണ്ടും പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മുഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടും ആവശ്യം കൂടിയാണ്. വിദ്യ പരിശീലിക്കുക എന്നാണ് വിദ്യാഭ്യാസത്തിൻ്റെ മഅന, അതിൻ്റെ ലഫ്ദിൻ്റെ അർത്ഥം അങ്ങനെയാണ് വരുന്നത്. അറബിയിലാകുമ്പോൾ അത് തെർബിയത്ത് എന്ന് പറയും, ഇംഗ്ലീഷിലാകുമ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയും. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു കൊടുത്ത തഫ്സീർ അനുസരിച്ച് തബ്ലീഗു ശൈഇ ഇലാ കമാലി ശൈഅൻ ഫശൈഅൻ, ഇതാണ് അഭ്യാസം. അപ്പോൾ അത് തന്നെ വിശദീകരിക്കേണ്ടതുണ്ട്. മൊത്തം ചുരുക്കി പറഞ്ഞാൽ അറിവ് എന്ന വിഷയം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇതര ഭൗതിക, സാങ്കേതിക, ശാസ്ത്രീയ, സാമ്പത്തിക സൗകര്യങ്ങൾ എല്ലാം ഉണ്ടായാലും വിശുദ്ധ മതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആണിക്കല്ല് അറിവാണ്. അതുകൊണ്ടാണ് പല പദങ്ങളും പറയാതെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്ന പദം വിശേഷിപ്പിച്ചത്. മുത്ത് റസൂലുള്ള സ്വന്തം പറയല്ലല്ലോ, അല്ലാഹു തആല തോന്നിപ്പിച്ചിട്ടാണല്ലോ പറയുന്നത്. അപ്പൊ അത് ജാമ്യവും മാന്യവുമായിരിക്കും പദം എന്ന് നമുക്കറിയാം. എങ്കിൽ അൽ ഇൽമ് എന്ന അലിഫ്ലാമോട് കൂടെയുള്ള ഇൽമ് അത് ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനാണ്. അതില്ലെങ്കിൽ പിന്നെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ടാണ് 1.25 ലക്ഷം വരുന്ന അമ്പിയാക്കന്മാർ മുഴുവനും അന്തരമായി കൊടുത്തതിനെ കുറിച്ച് മുത്ത് റസൂലുള്ള പഠിപ്പിച്ചത് അമ്പിയാക്കന്മാരെ അനന്തരമായ നൽകുന്നത് അറിവ് എന്ന് പറയുന്ന അനർഘമായ വസ്തു. ഞാൻ അതിൻ്റെ ഫലായിൽ പറയുന്നില്ല, അത് പഠിച്ചവരും പഠിപ്പിക്കുന്നവരുമാണ് നമ്മൾ.
പക്ഷെ വിഷയത്തിലേക്ക് ഒരു സ്റ്റെപ്പ് ആണല്ലോ, ആ രീതിയിൽ മാത്രം ഞാൻ പറയാം. അതുകൊണ്ട് മുത്ത് റസൂലുള്ളാഹി തങ്ങൾ ഈ പറഞ്ഞ നാം എടുക്കുന്ന ഖിദ്മത്ത് ഒരു പക്ഷെ അറിവിനാകും, അല്ലെങ്കിൽ അറിവ് എന്ന ഖിദ്മത്ത് നാം ചെയ്യുകയാവും. അത് തമ്മിൽ ദൂറും തസൽസുലൊക്കെ ഉണ്ടാവും. ഏതായിരുന്നാലും ആ ഖാദിമികളാകുന്ന നാം നമുക്ക് ലഭിച്ച അമ്പിയാക്കന്മാരെ അനന്തര സ്വത്ത്, അതോടൊപ്പം അല്ലാഹു ജല്ല ജലാലാകുന്ന ഉടയവൻ അടിമകളാകുന്ന നമുക്ക് വേണ്ടി മുത്ത് റസൂലുള്ളാഹിക്ക് നൽകിയ വഹയിന്റെ തുടക്കം ആരാധിക്കാൻ വേണ്ടിയല്ല, പകരം ഇഖ്റ ബിസ്മിക എന്ന അറിവിന്റെ തുടക്കമാണ്. അതിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രം പറയാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച ശേഷം അള്ളാഹു എടുത്തു പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് അല്ലമാദമൽ അസ്മാഅ കുല്ലഹ എന്നതാണ്. അറിവിന്റെ ആ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അനിവാര്യ ഘട്ടത്തിലാണ് വിശുദ്ധ ഇസ്ലാം ആയുധമെടുത്ത് യുദ്ധത്തിന് വേണ്ടി പോകാൻ കൽപ്പിച്ചത്. ആ യുദ്ധയാത്ര വിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ആ അനിവാര്യ ഘട്ടത്തിലെ യുദ്ധയാത്രയിൽ പോലും വിശുദ്ധ ഖുർആന്റെ കൽപ്പന ഫലൗലാ നഫറുൻ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ വലിയുൻദിറു ഖൗമുഹും ഇദാ റജഉ ഇലൈഹിം. എല്ലാവരും കൂടെ പോയി ശത്രുവിന്റെ മുമ്പിലേക്ക് ആയുധം പിടിക്കരുത്, തിരിച്ചു വന്നാൽ അവരെ നേർവഴിക്ക് നയിച്ച് ഉത്ബോധനം നടത്തി നേതൃത്വത്തിന് ആവശ്യമായ അറിവുകൾ പഠിച്ച ആളുകൾ വേണമെന്നാണ്. യുദ്ധഘട്ടത്തിൽ നിന്ന് ശത്രുപക്ഷത്തെ തന്റെ കീഴിലേക്ക് പിടിച്ചു വരുത്തിയപ്പോൾ അവർ വിട്ടയക്കുന്നതിന് വേണ്ടി മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടത് ഇന്ന് 2 കോടിയും 4 കോടിയും 100 കോടിയും ഒക്കെ ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ വ്യക്തിക്ക്. എന്നാൽ അന്ന് 10 പേർക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന ഒരു കരാറിൽ ഒരാളെ, ഒരു ബന്ധിയെ മോചിപ്പിക്കാമെന്ന് അക്കാലഘട്ടത്തിൽ പറഞ്ഞെങ്കിൽ വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുത്തുനബി തങ്ങളും നാം നൽകുന്ന ഇൽമിന് നൽകുന്ന പ്രത്യേകതയും അതിൻ്റെ വലിയ ശ്രേഷ്ഠതയുമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഈ ശ്രേഷ്ഠതകളെല്ലാം ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ എക്കാലത്തുമുള്ള മുസ്ലിം സമൂഹം വിദ്യാഭ്യാസത്തിൽ, പ്രത്യേകിച്ചും ആത്മീയ വിദ്യാഭ്യാസത്തിൽ, ഞാൻ അങ്ങനെ പറയാൻ കാരണം സമയമുണ്ടെങ്കിൽ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരും. ആത്മീയ വിദ്യാഭ്യാസത്തിന് മുസ്ലിം ലോകം വലിയ വില കൽപ്പിച്ചിട്ടുണ്ട്. നാം മനസ്സിലാക്കിയതനുസരിച്ച് പഴയകാല ഉസ്താദ്മാർ അതിൽ നിന്ന് പാതിരാത്രിയിൽ പടച്ചതമ്പുരാന്റെ മുമ്പിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ചെയ്യുന്ന ഏറ്റവും അതിപ്രധാനമായ സുന്നത്ത് നിസ്കാരത്തെക്കാളും 100 റക്അത്തിനേക്കാൾ ഒരു മസ്അല പഠിക്കുന്നതിനാണ് പ്രാധാന്യമെന്ന് വഅദിലൂടെ പഠിപ്പിച്ച ഉസ്താദമാരിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട ഈ സമൂഹം, ഈ സൊസൈറ്റി, ഈ കമ്മ്യൂണിറ്റി വിശുദ്ധമായ ഇസ്ലാമിന്റെ അറിവിന്, ഞാൻ ആവർത്തിക്കുന്നു, വിദ്യാഭ്യാസത്തിന് വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. അത് മുത്ത് റസൂലുള്ളാഹിന്റെ കാലം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചു നോക്കിയാൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്തൂം റളിയല്ലാഹു തആല വരെ നീണ്ടു നിൽക്കുന്ന ഒരു നീണ്ട ശൃംഖല ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം കട്ട് ചെയ്യുകയാണ്. ഏതായാലും പഴയകാല സാഹിത്യകാരന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അറബിക്കടലിന്റെ ഓരത്ത് കക്കയും ഞണ്ടും പെറുക്കി, അല്ലെങ്കിൽ കാസ്പിയൻ കടലോരത്ത് കക്കയും ഞണ്ടും പെറുക്കി നടന്നിരുന്ന ഒട്ടകത്തിന്റെ ആടുകളുടെ പുറകിൽ കുറ്റിവടിയുമായി നടന്ന അറബികളെ ഉന്നതരായ ശാസ്ത്രജ്ഞരും പണ്ഡിറ്റുകളുമാക്കി മാറ്റിയത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ നടത്തിയ വൈജ്ഞാനിക വിസ്ഫോടന വിപ്ലവം ഉണ്ടായിരുന്നു എന്ന് ഇസ്ലാമിന് പുറത്തുള്ള ആളുകൾ തന്നെ വ്യക്തമായി സമ്മതിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലൊക്കെ കലാലയങ്ങൾ തുടങ്ങുന്നതിന്റെ മുമ്പ് വിശുദ്ധമായ ഇസ്ലാം അടിസ്ഥാനപരമായി പഠിച്ചതനുസരിച്ച് ആത്മീയതയിൽ അടിത്തറവാകുന്നതോടൊപ്പം തന്നെ സയൻസിന്റെ മേഖലകളിലേക്ക് കടന്നു ചെന്നുകൊണ്ടും അൽ ജബ്ർ എന്ന അറബി പദത്തിൽ നിന്ന് അൽ ജുബ്ര, ആ രീതിയിൽ അവിസന്ന എന്ന് ഇവർ പറയുന്നിടത്ത് ഇമാം ഇബ്നു സീന, അങ്ങനെ തുടങ്ങി റാസിയെ പോലെ ബിറൂനിയെ പോലെയുള്ള
ധാരാളം സൂഫിയാക്കളായ പണ്ഡിതന്മാർ കിതാബുകൾ ഓതിപ്പടിച്ചുകൊണ്ട് തന്നെ ഇതര ശാസ്ത്രീയ രംഗങ്ങളിൽ മുന്നേറ്റം നടത്തി എന്നത് ചരിത്രം അതിന് സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ താർത്താരികളടക്കമുള്ള പലരുടെയും അക്രമങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ കയ്യക്ഷരങ്ങൾ കൊണ്ട് രചിച്ചിരുന്ന കിതാബിന്റെ കെട്ടുകൾ യൂഫ്രട്ടീസ് നദിയിലേക്ക് വലിച്ചെറിഞ്ഞത് കാരണം അതിന്റെ വെള്ളം പോലും മഷി കൊണ്ട് കലങ്ങിയിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇസ്ലാമിക ലോകത്ത് നടന്ന വൈജ്ഞാനിക വിസ്ഫോടനങ്ങളാണ് ഇതെല്ലാം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാലത്ത് അങ്ങനെ പുഷ്കലമായ കാലം ഇസ്ലാമിനുണ്ടായിരുന്നുവെങ്കിലും ഇടക്കാലത്ത് വെച്ചു ചെറിയ മങ്ങലുകളെല്ലാം ഈ രംഗത്ത് വന്നിട്ടുണ്ട്. വിശുദ്ധ ഇസ്ലാം കേരളത്തിൽ കൊണ്ടുവന്ന സയ്യിദുനാ മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് തന്നെ ഈ വൈജ്ഞാനിക വിസ്ഫോടനത്തിന്റെ തുടക്കം മദീന പള്ളിയിലെ കരിക്കുലം അല്ലെങ്കിൽ മദീന പള്ളിയെ റോൾ മോഡലാക്കി ആ സിലബസ് അനുസരിച്ചുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റി, ചെലവ് കുറഞ്ഞ രീതിയിലെ യൂണിവേഴ്സിറ്റി, അധ്യാപനം നടത്തുന്ന സാറും അല്ലെങ്കിൽ ഉസ്താദും അത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അഥവാ മുത്താലിമീങ്ങളും അവർ നാട്ടുകാർ നിർമ്മിച്ച പള്ളിയിൽ താമസിക്കുകയും ഭക്ഷണമടക്കം അവർ നൽകുകയും ചെയ്യുന്ന വലിയ ചെലവുകൾ ചുരുക്കിക്കൊണ്ടുവന്നുകൊണ്ടുള്ള ഈ സംവിധാനം മാലിക്കിനാളിൽ തുടക്കം കുറിക്കുകയാണ്. അത് പിന്നീട് ഇങ്ങനെ പടർന്നു പന്തലിച്ചു വരികയും പിൽക്കാലത്ത് ബഹുമാനപ്പെട്ട സയ്യിദി മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു റമളാൻ ശാലിയാത്തിന്റെ മകൻ അബൂബക്കർ ശാലിയാത്തിൽ നിന്ന് ഓതിപ്പടിച്ച് വിദേശത്ത് പോയി തിരിച്ച് കേരളത്തിൽ വന്ന് ഒരു നല്ല പരിഷ്കാരം ആ രംഗത്ത് കൊണ്ടുവരികയാണ്. മഖ്ദൂമാർ റളിയല്ലാഹു അൻഹും വലിയ മാറ്റം ഈ രംഗത്ത് നടത്തിയിട്ടുണ്ട്. മാറ്റങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. വരാം, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കാലമാറ്റപ്പോഴേക്ക് ഒരു വലിയ വിസ്ഫോടനം തന്നെ ഈ രംഗത്ത് നടത്താൻ സാധുക്കളായ നമുക്കും നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർക്കും കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു ജല്ല ജലാൽ ഉന്നിര സുൽത്താൻ ഉലമ അടക്കമുള്ള ആളുകൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൺമറഞ്ഞ താജുലുമ അടക്കമുള്ളവരുടെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അനിവാര്യ ഘട്ടത്തിൽ മുത്തറസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം വിശുദ്ധമായ ഖുർആനിന്റെ ക്രോഡീകരണം അന്ന് ചില ഖിലാഫുകൾ വന്നു. ആ ഖിലാഫുകൾ മാറ്റിവെച്ചുകൊണ്ട്, ഞാൻ ഈ ഖിലാഫ് എന്നത് മനഃപൂർവ്വം പറയുകയാണ്, ഇനി മദ്രസ തുടങ്ങുന്നിടത്ത്, ദഅവാ കോളേജ് തുടങ്ങുന്നിടത്ത്, സുന്നി വിദ്യാഭ്യാസ ബോർഡ് തുടങ്ങുന്നിടത്ത് എല്ലാം ഈ പദം ആവർത്തിച്ചു വരും. അതെല്ലാം കാലഘട്ടത്തിന്റെ നൈരന്തര്യമാണ്. അതൊന്നും വിശദമായി പറയാൻ ഇപ്പോൾ ഈ ചെറിയ സമയം അനുവദിക്കുന്നില്ല. കൂടുതൽ റിസർച്ച് നാം നടത്തുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. സമസ്തയുടെ 100ാം വാർഷികം അഭിമാനത്തോടുകൂടെ നാം ആഘോഷിക്കുന്ന സമയത്ത് ആ ചരിത്രത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യൽ യുവ പണ്ഡിതന്മാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ഉൾക്കാഴ്ചക്കത് അത്യാവശ്യമാണ്. റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ആ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ക്രോഡീകരിച്ചു. പിൽക്കാലത്ത് ആ സിലബസിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടി വന്നു. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല കാലഘട്ടത്തിൽ പകർത്തെഴുതി വിവിധ രാജ്യങ്ങളിലേക്ക് കോപ്പികൾ അയച്ചു കൊടുക്കേണ്ടി വന്നു. അബ്ബാസിയ കാലത്തും ഉമവിയ്യ കാലത്തുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു. ഹദീസിന്റെ ക്രോഡീകരണങ്ങൾ പിന്നീട് വന്നു. ഇമാം ബുഖാരി തങ്ങൾ അതിനൊരു പ്രത്യേകമായ സിലബസുകൾ നൽകി. മദ്ഹബിന്റെ ക്രോഡീകരണം ഇടക്കാലത്ത് വെച്ച് നടന്നു. ഇമാമിയങ്ങൾ കിതാബുകൾ രചിച്ചു. ആ ചരിത്രം അങ്ങനെ നീളുകയാണ്. ചുരുക്കത്തിൽ വിശുദ്ധമായ മുസ്ലിമീങ്ങളും പൂർവകാല പണ്ഡിതന്മാരും വൈജ്ഞാനിക ശാഖക്ക് വലിയ സേവനം ചെയ്തു. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലേക്ക് നമുക്ക് മടങ്ങാം. അതിൻ്റെ ഇടയിലുള്ളത് ഞാൻ മനഃപൂർവ്വം വിട്ടുപോവുകയാണ്. മുസ്ലിം കേരളത്തിൽ, കേരളം എന്ന് ഞാൻ പറയുമ്പോൾ കേരളവുമായി ദീനീ പ്രവർത്തനത്തിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് കന്നഡയും ദക്ഷിണ കന്നഡ, പ്രത്യേകിച്ചും ലക്ഷദ്വീപും അൻഡമാൻ ദ്വീപും തമിഴ്നാടിന്റെ നീലഗിരി ഭാഗങ്ങളും എല്ലാം ഇതിൽപ്പെട്ടതാണ്. അതുകൊണ്ട് സമയ ചുരുക്കം കാരണം ഞാൻ കേരളം എന്ന് ആവർത്തിക്കുമ്പോൾ നിങ്ങളത് കർണാടക എന്നുകൂടെ മനസ്സിലാക്കണമെന്ന് ഇടയ്ക്ക് വെച്ച് ഞാൻ വിനയത്തോടുകൂടെ ആവശ്യപ്പെടുകയാണ്. കർണാടകത്തിലാണ് പ്രസംഗിക്കുന്നത് ബോധമില്ലാത്തത് കൊണ്ടല്ല, അതേസമയത്ത് അത് ഒഴുക്ക് ഉസുരൂപ് അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ ഏതായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇടക്കാലത്ത് വെച്ച് ബ്രിട്ടീഷുകാർ ഭരണം കൈയായി. ആ ബ്രിട്ടീഷുകാർക്കെതിരെ അവർ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കുന്നതിന്
വേണ്ടി പലരും ശ്രമിച്ചെങ്കിലും ഏറ്റവും മുൻപന്തിയിൽ നടന്നത് മുസ്ലിം പണ്ഡിതന്മാരാണ്. ആ മുസ്ലിം പണ്ഡിതന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദിക്കുമ്പോൾ അവരുടെ എല്ലാം ബഹിഷ്കരിക്കാൻ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ പെട്ടതായിരുന്നു അവരുടെ ഭാഷയും അതിൽപ്പെട്ടതായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഞാൻ പറയുന്നു, സുന്നികൾ, ചില സമസ്തക്കാർ ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരായിരുന്നു എന്ന കുപ്രചരണം, മദ്രസക്കെതിരായിരുന്നു കുപ്രചരണം ഈ കഴിഞ്ഞ ലക്കത്തിലും വഹാബികൾ ആവർത്തിച്ചെഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ഞാനത് ചെറിയ രൂപത്തിൽ ഒന്ന് വിശദീകരിക്കും. കാരണം സമസ്ത വരുത്തിയ വൈജ്ഞാനിക വിപ്ലവത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ഭാഗത്തെ ഒന്ന് സ്പർശിക്കൽ അനിവാര്യമായിട്ട് വരും. ചുരുക്കി പറയട്ടെ, ബ്രിട്ടീഷുകാരാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭൗതിക വിദ്യാഭ്യാസം സ്ഥാപിക്കുന്നതിന് വേണ്ടി മറ്റു പല പുരോഗതികളെ പോലെ ആ പുരോഗതിയും ഇന്ത്യ രാജ്യത്ത് ചെയ്തത്. ആ കൂട്ടത്തിൽ അന്നത്തെ ഒറ്റപ്പെട്ട പണ്ഡിതന്മാരും മൊല്ലമാരും, മൊല്ലാക്കമാരെന്നോ അല്ലെങ്കിൽ മുക്കരി എന്നർത്ഥം വരുന്ന മുക്കരിമാർ, അല്ലെങ്കിൽ മുറുക്കി എന്നത് ലോപിച്ച മുക്കരി. രണ്ട് മുക്കരിക്ക് രണ്ട് അസുലുണ്ട്. ഒന്ന് മുക്കരി എന്ന് പറഞ്ഞാൽ ഓതിക്കൊടുക്കുന്ന ആൾ, അങ്ങനെ മുക്കരി ഉണ്ട്. മറ്റൊന്നുണ്ട് മുറുക്കി, ഈ മിമ്പറിലേക്ക് വാള് കൊടുത്തുകൊണ്ട് ഖത്തീബിനെ കയറ്റുന്ന ആൾ, അങ്ങനെ ഒരു മുറുക്കിയുണ്ട്. രണ്ട് അസുലും ഉണ്ട്. ഏതായിരുന്നാലും മാത്രമല്ല പലതിനും അസുലുണ്ടോ. അപ്പൊ ഈ രീതിയിൽ ഈ പറഞ്ഞ മൊല്ലമാർ അല്ലെങ്കിൽ മുഖരിഉമാർ, ഒറ്റപ്പെട്ട പണ്ഡിതന്മാർ, വ്യവസ്ഥാപിതമല്ലാതെ അവരവരുടെ കൊക്കിലൊതുങ്ങുന്ന രീതിയിൽ നടത്തിയിരുന്ന ഓത്തുപള്ളികൾ. ഓത്തുപള്ളി മീൻസ് പള്ളി അകമ്പള്ളിയാണ്. അതിനസൽ അങ്ങനെയാണ്. അകമ്പള്ളിയിൽ ഓത്തും ദർസും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ പ്രാദേശികമായ ചെറിയ കുട്ടികളെ ആ പള്ളിയുടെ ചെരുവിലേക്ക് വിളിച്ചു വരുത്തി മണലിലും തറയിലും പലകയിലും എഴുത്തു പഠിപ്പിച്ചു. അതിനും ആളുകൾ പള്ളി എന്ന് പറഞ്ഞു. ഒറിജിനൽ പള്ളിയല്ല, നിസ്കാര പള്ളി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതിന്റെ അർത്ഥം ബാക്കിയുള്ളതും നിസ്കരിക്കാത്ത പള്ളി എന്നല്ലല്ലോ. അത് പ്രത്യേകം തിരിച്ചറിയലാണ്. ഇതുപോലെയാണ് ആ പള്ളിയുടെ ചെരുവിൽ നടന്ന ഓത്തുപള്ളി എന്ന പേര് അസല് വരുന്നത്. ഇതൊക്കെ നമ്മൾ കിതാബ് നോക്കുമ്പോൾ കിട്ടുന്ന അസലുകളാണ്. അപ്പൊ ഏതായാലും ചുരുക്കത്തിൽ അങ്ങനെ ഒറ്റപ്പെട്ട ഓത്തുപള്ളികളെ നടന്നത്. ഇപ്പൊ അത് ഏറ്റവും മനസ്സിലാവാൻ നോർത്ത് ഇന്ത്യയിൽ പോയാൽ മതി. അവിടെ നമ്മൾ ഗുജറാത്തിലും ഭിവണ്ടിയിലും അസാമിലും ഒറീസയിലും എല്ലാം പോകുമ്പോൾ വെസ്റ്റ് ബംഗാളിലൊക്കെ പോയാൽ ഈ പറഞ്ഞ ഓത്തുപള്ളി മക്തബ് എന്നാണ് അവർ പറയുക. ആ രീതിയിൽ ഓത്തുപള്ളികളാണ് പണ്ട് നടന്നത്. പക്ഷെ ചില ഓത്തുപള്ളികളൊക്കെ ചില മൊല്ലമാരുടെയും മുസ്ലിംമാരുടെയും തേറോഫിലായി ഇത്തിരി വിപുലമായി നടന്നിരുന്നു. ആ വിപുലമായ ഓത്തുപള്ളികളിൽ ഞാൻ പറഞ്ഞൊരു പ്രധാന പോയിന്റാണ്, ഓത്തുപള്ളികളിൽ വെച്ച് അവർ തന്നെ സയൻസും കണക്കും ശാസ്ത്രവും ഒക്കെ പഠിപ്പിച്ചു. തശ്രീഫ്ലാക്ക് നമുക്കറിയാം, ഉക്കലിദിസി നമുക്കറിയാം, അതുപോലെ ലോജിക്ക്, തസ്രീഹ്മന്തിക്ക്, ശരക്തരിയൊക്കെ നമുക്കറിയാം. ഇതിനൊക്കെ അറബിയിൽ പേരിട്ടേ ഉള്ളൂ. സംഗതി ഇംഗ്ലീഷിൽ ഇപ്പൊ യൂറോപ്പിന് വിളിക്കുന്നതാണ്. കുറ്റമ്പാറ ഉസ്താദ് സാധാരണ പറയാറുണ്ട്, കഞ്ഞിവെള്ളം വേണോന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് പറയും, എന്നാൽ റൈസ് ജ്യൂസ് ആക്കിയാലോ കുഴപ്പമില്ലാന്നും പറയും. സംഗതി ഒന്നാ, പേര് മാറ്റിപ്പോയതാ. ഇതേപോലെയാണ് ഈ LLBക്ക് പഠിക്കുന്ന ലോജിക്ക് തന്നെയാണ് നമ്മുടെ മന്ദിക്ക്. ഇങ്ങനെ സയൻസും ശാസ്ത്രവും, അത് ഗോളശാസ്ത്രവും വാനശാസ്ത്രവും ഭൂമിശാസ്ത്രവും രസതന്ത്രവും എല്ലാം അന്നത്തെ ഉസ്താദ്മാർ പഠിപ്പിച്ചു. നമ്മൾ അന്ന് മതം പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഓത്തുപള്ളികളിൽ വെച്ച് സ്കൂളിലെ വിഷയങ്ങൾ കൂടെ പഠിപ്പിക്കാൻ അന്നത്തെ ഗവൺമെന്റ് അവർക്ക് അനുവാദങ്ങൾ കൊടുത്തു. അതിന് ചില സഹായങ്ങളും കൊടുത്തു. അങ്ങനെയാണ് കേരളത്തിലൊക്കെ പല സ്ഥലത്തും കാണാം. ഇവിടെ ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ. എന്റെയൊക്കെ ചെറുപ്പത്തിൽ മാപ്പിള സ്കൂളുകൾ, അത് വെള്ളിയാഴ്ച ലീവായിരിക്കും, ഞായറാഴ്ച എല്ലാവർക്കുള്ള ലീവ്. മാപ്പിള സ്കൂളുകളാണ്. അത് വന്നത് അങ്ങനെയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞു 1947 വന്നപ്പോൾ ഇന്ത്യ സ്വതന്ത്രം പ്രാപിച്ചു. 48 ഒരു ഓർഡിനൻസ് ഇറങ്ങി. കാരണം ഒരു പുതിയ ഭരണഘടന നിർമ്മിക്കാൻ പോവുകയാണ്. ഇന്ത്യ രാജ്യം നാനാത്വത്തിൽ ഏകത്വമാണ്. വിവിധ മതങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. ആ വിവിധ മതങ്ങളെ പരിഗണിക്കുമ്പോൾ ഗവൺമെന്റിന്റെ ആനുകൂല്യത്തിൽ നടക്കുന്ന പാഠശാലകളിൽ ഒരു മതത്തെ പ്രത്യേകം പഠിപ്പിക്കരുത്. ഇത് ന്യായമാണ്. പക്ഷേ അവിടെ പലപ്പോഴും ചരിത്രം നമ്മളൊക്കെ മനസ്സിലാക്കാറുള്ളത് സ്കൂളിലെ മതപഠനം നിർത്തിയെന്നാണ്. ഒന്നുകൂടെ ആഴത്തിൽ പഠിക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം, മതപഠനശാലയിൽ സ്കൂള് തുടങ്ങിയിരുന്നു, അവിടെ പഠനം നിർത്തിയെന്നാണ്. അതാണ് മാപ്പിള സ്കൂളുകൾ.
അത് മിക്കവാറും ഞാൻ പഠിച്ചു നോക്കുമ്പോൾ ഏകദേശം ഒരു അരഡസ സ്കൂൾ പേരെനിക്ക് കിട്ടി. അതൊക്കെ തുടങ്ങിയത് മുസ്ലിയാക്കന്മാരും വല്ലാക്കന്മാരുമാണ്. ഇന്നും പലരുടെയും പാരമ്പര്യത്തിൽ മാനേജ്മെന്റായി തുടരുന്നുണ്ട്. ചുരുക്കി പറയട്ടെ, അങ്ങനെ മതപഠനവും ലൗകിക പഠനവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയിരുന്ന സ്കൂളുകളിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പെട്ടെന്നത് നിർത്തലാക്കിയപ്പോൾ ഇനി എന്തു ചെയ്യും? ഒരു പ്രതിസന്ധി വന്നു. മതം പഠിപ്പിക്കാതെ പറ്റില്ലല്ലോ. 1989 ലാസ്റ്റിൽ 90ന്റെ ആദ്യത്തിൽ നമുക്കതുപോലെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ നേരിട്ടു. ഞാൻ അങ്ങോട്ട് വരും ഇൻഷാ അല്ലാഹ്. അതാണ് നമ്മുടെ പ്രധാനമായ വിഷയം. പറഞ്ഞ സമയത്തിനുള്ളിൽ ചോറ് ചൂടാകാതെ നിർത്തുകയും ചെയ്യും. ബേജാറാകണം, ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടാണ് പോണത്, ഫുള്ള് പറയുന്നില്ല. ഏതായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ആ രീതിയിൽ മതപഠനം നിർത്തിയപ്പോ പരമാത്മാവും ജീവാത്മാവുമായി അന്നത്തെ മുസ്ലിങ്ങൾ കാണുന്നതാണ് മതത്തിന്റെ പഠനം. അത് നിർത്തിക്കൂടാ എന്ന തീരുമാനത്തിൽ അവരെത്തി. അങ്ങനെ പലരും പല വഴിയും ചിന്തിച്ചു കൊണ്ടിരുന്നു. അതിനിടയിൽ മറ്റൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഇവിടെ കഴിഞ്ഞ വിഷയത്തിൽ പരാമർശിച്ചോ എന്ന് എനിക്കറിയില്ല. 1921 വരെ നല്ല ശാന്ത സുന്ദരമായി നീങ്ങിയിരുന്ന ആത്മീയ അന്തരീക്ഷമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാരന്റെ വരവ് നിലച്ചതോടുകൂടെ, അല്ലെങ്കിൽ ആ വരവോടുകൂടെ തന്നെ വഹാബിസവും കൂടെ കടന്നു വന്നു. ഒറ്റക്കെട്ടായ മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ചു, ആത്മീയത ഇല്ലാതെയാക്കി. 41 അത് പിന്നെ മുമ്പേ ദുർബല, പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെ ജമാഅത്ത് ഇസ്ലാമി വന്നു. 50 കഴിഞ്ഞപ്പോഴേക്ക് അത് ഒന്നുകൂടെ വഷളാക്കാൻ തബ്ലീഗ് ജമാഅത്തും ഖാദിയാനിസവും വന്നു. ഈ ഒരു വല്ലാത്ത അന്തരീക്ഷമാണ് സമസ്തക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത്. ചുരുക്കി പറയട്ടെ, 1924 ആയപ്പോഴേക്ക് അന്നത്തെ ബിദഈ ആശയം റഷീദ് റിളയുടെയും അതുപോലത്തെ മുഹമ്മദ് ഇർഫാന്റെയും ഒക്കെ ഇബ്നു അബ്ദുൽ വഹാബിലൂടെ വന്ന ഇബ്നു തൈമിയ്യയുടെ വികലമായ ആശയം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തലപ്പാവും തൊപ്പിയും ധരിച്ച, നീളക്കുപ്പായം ധരിച്ച, നീണ്ട താടിയുള്ള, നിസ്കാരത്തഴമ്പുള്ള പണ്ഡിത വേഷധാരികളെ അണിനിരത്തി കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു പണ്ഡിത സഭ അവരുണ്ടാക്കി. അപ്പൊ സ്വാഭാവികമായും വിവരം കുറഞ്ഞ സാധാരണക്കാർ ചിന്തിക്കും, അതും മുസ്ലിയാക്കന്മാർ, ഇതും മുസ്ലിയാക്കന്മാർ, അതും ഖുർആൻ, ഇതും ഖുർആൻ, എങ്കിൽ പിന്നെ എളുപ്പം ഇതല്ലേ, നമുക്ക് ഏതും സ്വീകരിച്ചുകൂടെ? ഈ ഒരു ദുർഘട സന്ധിയിലാണ് ബഹുമാനപ്പെട്ട വരക്കൽ ബാഅലവി മുല്ലക്കോയത്തങ്ങൾ, അള്ളാഹു ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ, തങ്ങളിലെ പാണ്ഡിത്യം പുറത്തു വന്നു. ഇദാ ലഹറത്തിൽ ബിദ്ഉ വസകത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. അനാചാരങ്ങൾ രംഗത്ത് വന്നു. ഇപ്പോൾ ഞാൻ പണ്ഡിത ദൗത്യം എന്റെ വിഷയമല്ലാത്തത് കൊണ്ട്, ഖതീബന്മാര് ക്ലാസ് അല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നേ ഇല്ല. ഇന്ന് നമുക്ക് ആ ദൗത്യം 2 രീതിയിൽ കൂടി വന്നിട്ടുണ്ട്. അനാചാരങ്ങൾ മുസ്ലിം സമുദായത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പടച്ച വിശ്വാസങ്ങൾ മറ്റൊരു ഭാഗത്തും. അന്നത്തെ അന്തരീക്ഷത്തിൽ ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ എഴുത്തുകാരനും അറബി സാഹിത്യകാരനും പണ്ഡിതനുമായിരുന്ന ബഹുമാനപ്പെട്ട പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അള്ളാഹു ദറജേറ്റി കൊടുക്കുമാറാവട്ടെ, ഇടയ്ക്ക് വെച്ച് ഞാൻ പറയുന്നു, ആദ്യത്തെ താനൂരിലെ ഇസ്ലാഖുൽ ഇസ്ലാം മദ്രസ, ആ മദ്രസയിലെ മുദരിസാണ്. മദ്രസ എന്ന് പറയുമ്പോഴേക്ക് സുന്നികൾക്ക് അലർജിയായിരുന്നു. അതൊക്കെ ഞങ്ങളാണ് തുടങ്ങിയത്, പിന്നീട് സുന്നികൾ ഏറ്റെടുത്തു എന്ന് ചില പേറ്റന്റ് അവകാശപ്പെട്ട് ചിലർ വരാറുണ്ട്. പച്ച ശുദ്ധമേ കളവ. കാരണം മദ്രസ എന്ന് പറയുന്ന പ്രസ്ഥാനം, അതിന് ഏകദേശം ആ പേര് വരുന്നത്, ഇവര് പറയുന്നത് ദാറുൽ ഉലൂം മദ്രസയായിരുന്നു. ചാരിലകത്ത് കുഞ്ഞാമദാജിയ തുടങ്ങിയത്. കുഞ്ഞാമദാജി അങ്ങോട്ട് വഹാബി അസുബാക്കിയിട്ട് മാറ്റാറാണ്. അവരുടെ തന്നെ മൗലവിമാർ എഴുതിയിട്ടുണ്ട് കുഞ്ഞാമദാജി വഹാബി അല്ല എന്ന്. പക്ഷെ ആ കുഞ്ഞാമദാജി ജോലി ഏറ്റെടുക്കുന്ന ദാറുൽ ഉലൂം മദ്രസ, അതിന്റെ പേര് മദ്രസയാണ്. ശേഷമാണ് അദ്ദേഹം, അവിടെയാണ് അതിന്റെ വിപ്ലവത്തിന്റെ തുടക്കം കുറിക്കുന്നത്. ചോക്ക് ഉപയോഗിച്ച്, ബെഞ്ചും ഡെസ്ക് ഉപയോഗിച്ചു കൊണ്ടുള്ള ആധുനിക മദ്രസയിലേക്കുള്ള മാറ്റം ദാറുൽ ഉലൂമിൽ നിന്നാണ്. അപ്പൊ ഈ പറഞ്ഞ ചാലകത്ത് കുഞ്ഞാമദ് ഖാജി വരുന്നതിന്റെ മുമ്പേ മദ്രസയുണ്ട് എന്നർത്ഥം. 1. 2, വഹാബിസം തുടങ്ങുന്നത് 921-ലാണ്. കുഞ്ഞഹമ്മദാജി ദാറുൽ ഉലൂം മദ്രസ പഠിപ്പിക്കാൻ 919-ലാണ്. അപ്പൊ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചു എന്ന് പറഞ്ഞതുപോലെയായി പോകും വഹാബികളുടെ ഈ വികലമായ വാദം. ഒരിക്കലും അത് ഇപ്പോഴും
ഈ കഴിഞ്ഞ 1-2 ലക്കത്തിലടക്കം ഇപ്പോഴത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഗീബൽസിയൻ സിദ്ധാന്തം. അങ്ങോട്ട് എഴുതിവിടുന്നു ശുദ്ധമായ നുണ. ചില അല്പന്മാരൊക്കെ ശരിയാ, മദ്രസ അവരാദ്യം തുടങ്ങിയത് നമ്മൾ ഒത്തുവള്ളിയല്ലേ? അല്ല, മദ്രസയും സുന്നി നവജാഗരണ വിപ്ലവം തുടങ്ങിയത് മുഴുവനും പണ്ഡിതന്മാരാണ്. ചരിത്രം പഠിക്കുമ്പോൾ ബോധ്യപ്പെടും. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വിശദമായി കടക്കുന്നില്ല. ചുരുക്കത്തിൽ 1924 ഇങ്ങനെ ഇവര് പണ്ഡിതന്മാരെ കൂട്ടിപ്പിടിച്ചൊരു സഭയുണ്ടാക്കിയപ്പോ ഇതിനെ എതിർക്കണമെങ്കിൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങണം എന്ന് മനസ്സിലാക്കുകയും 1925 ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ മാരിയുടെ കർത്താവ് അടക്കം ഇന്ന് അന്ത്യവിഷമം കൊള്ളുന്ന കുറ്റിച്ചിറ ജുമഅത്ത് പള്ളിയിലേക്ക് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ, പാങ്ങിൽ അടക്കമുള്ള PV മുഹമ്മദ് അടക്കമുള്ള ആളുകളെ, മുഹമ്മദ് മീറാംസ് അടക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്തി ഒരു പണ്ഡിത സഭക്ക് രൂപം കൊടുത്തു 1925. അതേ പേരിൽ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന്. പിന്നീട് ഈ 3 ആളുകൾ കൂടി അന്നത്തെ കാലഘട്ടത്തിൽ നടന്നും എഴുത്തുകൊടുത്തും ആളുകളെ ഒരു വർഷം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ക്ഷണിച്ചു വരുത്തി കോഴിക്കോട് ടൗൺ ഹാളിലേക്ക് വിപുലമായ കൺവെൻഷൻ. അവിടെ വെച്ചാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേര് വിളിക്കുന്നത്. തത്വത്തിൽ സമസ്ത 1925 തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. സമസ്ത എന്ന പേര് വെക്കുന്നത് ഈ പറഞ്ഞ 1926 ടൗൺ ഹാളിലെ പരിപാടിയിലാണ്. പക്ഷെ പുറം ലോകം അത് അറിയുന്നത് 1933 അതൊക്കെ പറയുമ്പോഴൊക്കെ സമയം ഒരുപാട് വൈകിപ്പോ. എന്നാൽ ഫറോക്കിൽ സംഘടിപ്പിച്ച 6ാം സമ്മേളനം, ഈ സമ്മേളനങ്ങളൊക്കെ ഓരോ സമ്മേളനം കഴിയുമ്പോഴും നേരത്തെ കുഞ്ഞുകൂളമ്പോൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഓരോ ക്ലാസ് എടുത്തിട്ടും മാറ്റങ്ങൾ കണ്ടു. ആലിമികൾ ഇഖ്ലാസോടുകൂടെ പറഞ്ഞാൽ ആളുകൾക്ക് മാറ്റം വരും. ആ മാറ്റം സമസ്തക്കും കണ്ടു. ഫറോക്കിലും സമസ്ത സമ്മേളനം നടത്തിയാൽ വഹാബിസത്തിന് നെട്ടൽ ഒടിയുമെന്ന് മനസ്സിലാക്കി നേർക്കുനേരെ മുടക്കാനും ആലിമ്യങ്ങളുമായി ഏറ്റുമുട്ടാനും ധൈര്യമില്ലാത്തത് കൊണ്ട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗപ്പെടുത്തി സീതി വക്കീലിന്റെ പിന്തുണയോടുകൂടെ ബഹുമാനപ്പെട്ട പാർനൂർ ഉസ്താദിന്റെ ദർജ ഏറ്റിക്കൊടുക്കട്ടെ, ഉസ്താദിന്റെ ഭാഷയാണ് സീതി വക്കീൽ. ആ സീതി വക്കീലിന്റെ പിന്തുണയോടുകൂടെ ഇവരുടെ സംഘടന പോയി രജിസ്റ്റർ ചെയ്തു ഹിക്മത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമ. എന്നിട്ട് ഈ സമ്മേളനം നടക്കുന്നതിനെ കുറിച്ച് പരാതി കൊടുത്തു അന്നത്തെ പോലീസുകാർക്ക്. ഷാലിയാത്ത് റഹ്മത്തുള്ളാഹിയാണ് അന്നത്തെ അധ്യക്ഷൻ. ബഹുമാനപ്പെട്ട പാഞ്ഞൂർ ഉസ്താദാണ് അന്നത്തെ സമസ്തയുടെ വൈസ് പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ ഇവർ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ പേരിൽ ഇവർ സമ്മേളനം നടത്തുന്നുവെന്ന് പരാതി കൊടുത്തു. പോലീസുകാർ വന്നു. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ ആലിമീങ്ങളുടെ കറാമത്ത്, സമസ്തയുടെ കറാമത്ത് അന്ന് തന്നെ കാണുക. ഉൾക്കാഴ്ച, ബസീറത്തും ബസ്വാറത്തും ശരിക്കും കാണുക. പാങ്ങിൽ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമയാണ്, അതുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതോടുകൂടെ കാറ്റുപോയ ബലൂട് പോലെയായി പോയി. സമ്മേളനം നടന്നു. ആ പേര് സർവപ്രചാരം സിദ്ധിച്ചു. ചുരുക്കി പറയട്ടെ, പിന്നീട് അങ്ങോട്ടുള്ള ഒരു കുതിച്ചുചാട്ടം തന്നെ നടത്തി. ഉടനെ 34 സമസ്ത രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. എടുത്തു വെച്ച് പറയുന്നു, അന്ന് സമസ്തക്ക് പതാകയില്ല. ചില ആളുകളൊക്കെ അങ്ങനെ ആദരണീയ സമസ്തക്കെന്നൊരു കൊടി നാട്ടി എന്നൊക്കെ പാട്ടൊക്കെ പാടാറുണ്ട്. സമസ്തക്ക് കൊടി പിന്നെ വന്നത് 63 അപ്പോഴേക്ക് വരക്കൽ തങ്ങളൊക്കെ വഫാത്തായി കൊല്ലങ്ങളൊക്കെ കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇടയ്ക്ക് വെച്ച് ചരിത്രം പറയുന്ന കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തി. ആരെയും പോരാനോ തോണ്ടാനോ അല്ല, അതിന്റെ ആവശ്യം ഇപ്പം എല്ലാവർക്കും അറിയാം. ഏതായിരുന്നാൽ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ 1934 രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ പ്രവർത്തനം മുന്നോട്ട് പോയി. ഇടയ്ക്കൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ പറഞ്ഞ മദ്രസ പ്രസ്ഥാനത്തിന്റെ പേറ്റന്റ് അവകാശപ്പെട്ടുകൊണ്ട് മുജാഹിദ് ജമാഅത്തൊക്കെ വരുമ്പോൾ ഞങ്ങളെ കണ്ടു പഠിച്ചു. ഞങ്ങളാണ് മദ്രസ ആദ്യം തുടങ്ങിയത്, ഇപ്പൊ സമസ്തയും തുടങ്ങി. എന്നാൽ 34 അന്ന് രജിസ്റ്റർ ചെയ്യുമ്പോൾ അന്നത്തെ ആലിമീങ്ങൾ എഴുതി കൊടുത്ത അതിന്റെ 2ാം ഖണ്ഡികയിലെ D എന്ന ചാപ്റ്ററിൽ കാണാം, മതവിദ്യാഭ്യാസത്തെ പ്രചരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പുറമെ മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഹാനി തട്ടാത്ത വിധത്തിലുള്ള ലൗകിക വിദ്യാഭ്യാസ വിഷയത്തിലും വേണ്ടത് പ്രവർത്തിക്കുക.
അപ്പൊ ഇന്ന് നാം തുടങ്ങിയ നോളജ് സിറ്റി 934 സമസ്തയുടെ ആലിമീങ്ങളെ കറാമത്താണ്, അവരെ ഉൾക്കാഴ്ചയാണ്. ഇതൊന്നും ആരെയും കണ്ട് കോപ്പി അടിച്ചതല്ല, ഫോട്ടോസ്റ്റാറ്റ് എടുത്തതല്ല, സാഹിത്യ ചോരണം നടത്തിയതല്ല. പക്ഷെ ചരിത്രം അറിയാത്ത ചില ഈനാം പേച്ചുകൾ ഈ രീതിയിലൊക്കെ ചരിത്രത്തെ വ്യഭിചരിക്കുമ്പോൾ യഥാർത്ഥ ചരിത്രം പഠിക്കണം. ഇൻഷാ അല്ലാഹ് സമസ്തയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സമസ്തയുടെ ചരിത്രത്തിന്റെ പണിപ്പുര നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അത് പുറത്തിറക്കാനും വായിക്കാനും സത്യം ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നത് 1950 ആയപ്പോൾ ഈ മതപഠന രംഗത്തിങ്ങനെ ഒറ്റയും തെറ്റയും എന്ന് പറഞ്ഞാൽ മുറൽ ഫാറൂഖ് തങ്ങളുടെ കാലഘട്ടത്തിൽ തറാവീഹ് പോലെ പറയാം നിസ്കരിച്ചിരുന്നു. പക്ഷെ പലരും പല സ്ഥലത്തായിട്ടാണ്. മുറലില്ലാഹു അതിനെ ഒരുമിച്ച് കൂട്ടി പരിഷ്കരിച്ചു. ഇവിടെ ഉസ്താദ് പറഞ്ഞല്ലോ മദ്രസയും ഉമർ ഫാറൂഖിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞല്ലോ. 950 ആയപ്പോ അന്ന് അതിന്റെ ഒരു 18ാം സമ്മേളനം ഏപ്രിൽ മാസത്തിൽ വളാഞ്ചേരിയിൽ വെച്ച് നടന്നു, മലപ്പുറത്ത്. ആ യോഗത്തിൽ വെച്ച് 1955 തൊട്ടടുത്ത വർഷം മാർച്ചിൽ വടകരയിൽ വെച്ച് സമസ്തയുടെ 19ാം സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. ആ തീരുമാനിച്ചതനുസരിച്ച് ആ സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് അന്നത്തെ അൽ ബയാൻ എന്ന് പറയുന്ന അറബി മലയാള പത്രത്തിൽ അന്നത്തെ യുവ എഴുത്തുകാരനായിരുന്ന ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദ്, അല്ലാഹു ദറജ കൊടുക്കട്ടെ, ഒരു ലേഖനം എഴുതി. മതവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇന്ന് നാം കാണുന്ന അനുഭവിക്കുന്ന മദ്രസ മോഡൽ പ്രത്യേകമായി സിസ്റ്റമാറ്റിക്കലായി നമുക്കൊരു വിദ്യാഭ്യാസ സമ്പ്രദായം ആരംഭിക്കണമെന്ന ചിന്ത. സമസ്തയുടെ ചരിത്രം എന്ന പുസ്തകം നിങ്ങൾ വായിച്ചു കാണും. അതിൽ എം.എ. ഉസ്താദ് പറയുന്നുണ്ട്, ഈ ആശയത്തിന് ആവശ്യമായ ഹിൻസുകൾ ബഹുമാനപ്പെട്ട മർഹൂം ബാഫക്കി തങ്ങളും അതേപോലെ ബഹുമാനപ്പെട്ട ടി.കെ. അബ്ദുൽ മുസ്ലിയാർ, അള്ളാഹു അവരൊക്കെ ദറജ ഏറ്റുകൊടുക്കുമാറാവട്ടെ, അവർ പലപ്പോഴുമായി പറഞ്ഞിരുന്നു. ആ പറഞ്ഞ ആശയവും കൂടെ സ്വാംശീകരിച്ചുകൊണ്ട് ഒരു പുതിയ ആശയമുണ്ടാക്കി എം.എ. ഉസ്താദ് അൽ ബയാനിലൂടെ അവതരിപ്പിച്ചു. കൂട്ടത്തിൽ അന്നത്തെ സമ്മേളനത്തിൽ ഒരു പ്രമേയവും പാസാക്കി. ആ പ്രമേയത്തിൽ അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട പാലോട് മൂസക്കുട്ടി ഹാജിയും ഇതേപോലെ പ്രമേയം പാസാക്കി. സമാന മനസ്കരായ പലരും പല ഭാഗത്തുനിന്ന് വന്നു. ആ സമ്മേളനത്തോടു കൂടെയാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡും അതുപോലെ വിദ്യാഭ്യാസ കരിക്കുലവും വേണമെന്ന് ചിന്ത വരുന്നത്. ഞാൻ ചുരുക്കുന്നു. ഇതേ തുടർന്ന് സെപ്റ്റംബറിൽ വാളക്കുളത്ത് ഇതിന്റെ പ്രഥമ യോഗം നടന്നു. വാളക്കുളം അബ്ദുൽ ബാരി തങ്ങൾ അവരുടെ വീട്ടിൽ 37 മെമ്പർമാർ പങ്കെടുത്തു. 17 മെമ്പർമാർ ഓരോ രൂപ വീതവും അബ്ദുൽ ബാരി തങ്ങൾ 25 രൂപയും ആ കമ്മിറ്റിയിലേക്ക് വെച്ചു. പിന്നീട് ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫഖി തങ്ങളുടെ അവരുടെ കാർമ്മികത്വത്തിൽ കൊയിലാണ്ടിയിൽ വെച്ച് ഒരു വലിയ വഅദ് പരമ്പര സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി മാത്രം. ആ വഅദ് പരമ്പരയിൽ 1300 രൂപയും കൂടെ കിട്ടി. ഇതാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ മൂലധനം. പിന്നീട് ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെ ഈ വിദ്യാഭ്യാസ ബോർഡ് നടത്തി. അതിൽ ജമിയത്തുൽ മുഫത്തിശീനും മുഅല്ലിമീനും റേഞ്ചും അൽ മുഅല്ലിമും അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ ഭാഗങ്ങൾ നടത്തി. 1985 ആയപ്പോഴേക്ക് ഏകദേശം അതിന്റെ ഒരു പൂർണ്ണതയിൽ നിന്ന് പറയാം പറ്റാവുന്ന രീതിയിൽ ബോർഡിയം മദ്രസകൾ അടക്കം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ അടക്കമുള്ള എല്ലാം, ദഅ്വ കോളേജ് അന്ന് തുടങ്ങിയിട്ടില്ല. ഏതായിരുന്നാലും ഇതടക്കമുള്ളത് എല്ലാം വന്നു. സമസ്തയുടെ നേരത്തെ പറഞ്ഞ അതിന്റെ ബൈലോ പ്രകാരം ഭൗതിക കോളേജുകളും ആത്മീയതയ്ക്ക് കോട്ടം തത്താൻ നടത്താം. അതാ ബോർഡിംഗ് മദ്രസയും ആർട്സ് ആൻഡ് സയൻസ് കോളേജും ഒക്കെ. ചുരുക്കി പറയട്ടെ, 85 ആയപ്പോഴേക്ക് നല്ല ഒരു ശക്തിയായി സമസ്ത മാറുകയാണ്. എപിയും ഇകെയും ഒന്നാണ്, കെ അവരുടെ കൂട്ടാണ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു പോയ സമ്മേളനം. അതിനെ സംബന്ധിച്ച കുറെ ആളുകൾ വേദിയിൽ ഏതായാലും ഉണ്ട്, സദസ്സിലും കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ വലിയ സമ്മേളനത്തിൽ പങ്കെടുത്തത് 85 60ാം വാർഷിക സമ്മേളനത്തിലാണ്. മഹാനായ സംശുലമി അടക്കമുള്ള ആളുകൾ, കണ്ണിദുസ്ത അടക്കമുള്ള ആളുകൾ, അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. ചുരുക്കി പറയട്ടെ, സമ്മേളനത്തോടുകൂടെ സുന്നി കേരളം സടകുടഞ്ഞ് എഴുന്നേൽക്കുകയും പണ്ഡിതർക്ക് പിന്നിലാണ് സുന്നികൾ
സുന്നികളെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ഖുദ്വത്തു സാദാത്ത് പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെന്റുകളെയും കേരള ഗവൺമെന്റിനെയും താക്കീത് ചെയ്തുകൊണ്ടാണ് അന്നത്തെ ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗം നടന്നത്. തക്ബീറുകൾ കൊണ്ടാണ് സ്വാഗത പ്രസംഗം സ്വീകരിച്ചത് അല്ലേ? ആ രീതിയിലുള്ള സമ്മേളനം കഴിഞ്ഞപ്പോൾ പിന്നെ ചെറിയ ചില അസ്വസ്ഥതകളൊക്കെ വന്നു. ഇനി ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല, അപ്പോഴേക്ക് മണിക്കൂറുകൾ ആ ഭാഗത്തേക്ക് പോകും. ചുരുക്കി പറയട്ടെ, അന്നത്തെ അഖ്ലാഖിൽ, അതാണ് നമ്മുടെ വിഷയം, അന്നത്തെ നമ്മുടെ 4ാം ക്ലാസ്സിലെ അഖ്ലാഖിലെ പാഠപുസ്തകത്തിൽ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പുത്തനാശയക്കാർക്ക് സലാം പറയരുത്, അവർ പറഞ്ഞാൽ മടക്കരുത് എന്ന പാഠം പഠിപ്പിച്ചിരുന്നു. ചില വിശാല വീക്ഷണങ്ങളൊക്കെ ചിലരെ പിടികൂടിയതിന്റെ കാരണത്താൽ ആ പാഠഭാഗം നീക്കം ചെയ്യണമെന്ന അഭിപ്രായം വരെ സമസ്തയിൽ വന്നു. അന്ന് ഒറ്റക്കെട്ടായി ബഹുമാനപ്പെട്ട അടക്കമുള്ള താജുൽമി അടക്കമുള്ള ആളുകൾ, ബഹുമാനപ്പെട്ട സുൽത്താനബി അടക്കമുള്ള ആളുകൾ പറഞ്ഞു അത് പറ്റൂല, അങ്ങനെ പാഠം മാത്രം നീക്കം ചെയ്യാൻ പറ്റില്ല. അവസാനം അത് നീക്കം പിൻവലിച്ചു. എന്നാ പിന്നെ പുസ്തകം തന്നെ മാറ്റിക്കളയാം എന്ന് വാക്കിൽ സമാധാനിച്ചു. കാര്യങ്ങൾ അവിടെ ഒതുങ്ങി. പിന്നീട് അങ്ങോട്ട് നടക്കുന്നതിനിടയിലാണ് 989 വരെ അസ്വസ്ഥതകൾ പലതും ഉണ്ടായിട്ടുണ്ട്, ഖിലാഫുകൾ പലതും ഉണ്ടായിട്ടുണ്ട്. അത് പുതിയ ജനറേഷന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് ഇപ്പോൾ മറുഭാഗത്തേക്ക് ശ്രദ്ധിക്കലാണ്. ഏകദേശം അവർക്ക് ആ അവസ്ഥ എങ്ങനെയാണോ അതായിരുന്നു 85 മുതൽ 89 വരെ നമ്മുടെ അന്നത്തെ അവസ്ഥ. വേഗം തിരിയാൻ വേണ്ടി പറഞ്ഞതാണ്, ആരെയും വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, സന്തോഷിപ്പിക്കാനും പറഞ്ഞതല്ല. ചരിത്രം പറഞ്ഞത് മാത്രമേ ഉള്ളൂ, തെറ്റെങ്കിൽ ക്ഷമിക്കുക. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് 89 എറണാകുളം സമ്മേളനം അതൊരു മഹാസംഭവമായി മാറി. ആ സമ്മേളനത്തിന്റെ പ്രചരണം ഒരു ഭാഗത്ത് നടന്നു, മുടക്കലുകളും വിലക്കലുകളും വേറെ ഭാഗത്തും നടന്നു. പക്ഷെ ആദർശമുള്ള ആളുകൾ മുടക്കലുകളെ തിട്ടൂരങ്ങളാക്കി മാറ്റി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പതാകയിൽ ഉറച്ചു നിന്നു. ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമയും താജുൽ ഉലമയും നൂറുൽ ഉലമയും കൻസുൽ ഉലമയും ഒക്കെ നേതൃത്വം നൽകുന്ന പക്ഷത്തേക്ക് ആദർശത്തിന് ആളുകൾ വന്നു. ഇത് പിന്നീട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കി. ആ പ്രശ്നങ്ങളുടെ കൂട്ടത്തിലായിരുന്നു മദ്രസകളിലേക്ക് പ്രശ്നങ്ങൾ ബാധിച്ചത്. മുസന്നിഫിന്റെ മുറാദ് അതാണ്. ഞാൻ അത് പറയാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. 989 തന്നെ ചില മസ്ലഹത്തുകളൊക്കെ കലങ്ങിയ അടിസ്ഥാനത്തിൽ തിരുരങ്ങാടിയിൽ വിളിച്ചു ചേർത്ത 5000 പണ്ഡിതന്മാരുടെ ഔദ്യോഗിക ജനറൽ ബോഡിയിൽ വെച്ച് മഹാനായ താജുൽ ഉലമയെ പ്രസിഡന്റായും ബഹുമാനപ്പെട്ട സുൽത്താനുലമയെ സെക്രട്ടറിയായും സമസ്ത പുനഃസംഘടിപ്പിച്ചു. അസ്വാരസ്യങ്ങൾ പിന്നെയും വർദ്ധിച്ചു. അങ്ങനെ മദ്രസയിലൊക്കെ ചിലത് ബാധിച്ചു. 51 നമ്പർ സർക്കുലർ എന്നാണ് എൻ്റെ ഓർമ്മ. 81 നമ്പർ സർക്കുലർ, അതിൽ ഒപ്പിടാത്തവർ ചിലപ്പോൾ ഈ കൂട്ടത്തിലുണ്ടാവും. അതിൽ ഒപ്പിട്ടെങ്കിലേ MSR കിട്ടൂ, അത് ഒപ്പിട്ടെങ്കിലേ മദ്രസയിൽ പഠിപ്പിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പിരിച്ചുവിടും എന്ന ഭീഷണി ഈ സ്വരം വന്നു. അപ്പൊ നമ്മളെ ചില ആലിമീങ്ങളൊക്കെ പറഞ്ഞു ഒപ്പുങ്ങൾ ഒന്നല്ല 10 ഇട്ടെടുത്തോ, അതിന് യാതൊരു കുഴപ്പമില്ല. ചില ആളുകൾ അങ്ങനെ ഹിക്മത്ത് കൊണ്ടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചിലരവിടെയൊക്കെ പിടിച്ചു നിന്നു. അക്കൂട്ടത്തിൽ തന്നെ പുസ്തകം ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ തരില്ല എന്ന് ചില ആളുകൾ പറഞ്ഞു. കാരണം ചില സ്ഥലത്തൊക്കെ അപ്പോഴേക്ക് തന്നെ മദ്രസകൾ ചുമരവെക്കലും മറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു പരീക്ഷ നടത്തി തരൂല, ചിലർ പറഞ്ഞു മുഫത്തിഷ് വരൂല, ചിലർ പറഞ്ഞു റേഞ്ചിൽ കൂട്ടൂല. എന്നാലും നമ്മൾ പരമാവധി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കി. അന്നത്തെ വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വം നമ്മളായതുകൊണ്ട് ശിവകാശിയിൽ പുസ്തകം നമ്മൾ അടിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ധാർമ്മികമായ അധികാരികൾ നമ്മളാണ്. പുസ്തകം അടിച്ചു വരുമ്പോൾ ചെക്ക് പോസ്റ്റിൽ കൈ കാണിച്ചു മറ്റാരോ പരാതി കൊടുത്തിരുന്നു. നമ്മുടെ കയ്യിൽ ഇഖ്ലാസ് ഉണ്ടായിരുന്നു, പേപ്പർ ഇല്ലായിരുന്നു. ചുരുക്കത്തിൽ നാം കുടുങ്ങി. അങ്ങനെ കോടതിയിലേക്ക് കെട്ടിക്കണക്കിന് പുസ്തകങ്ങൾ പോകേണ്ടി വന്നു. ഇല്ലാത്ത കാശ് മുഴുവനും അവതാളത്തിലായി. മക്കൾക്ക് ദീന് പഠിക്കാൻ അവസരം നഷ്ടപ്പെട്ടു. മുഅല്ലിമീങ്ങൾ ആകെ പരിഭ്രമിച്ചു നിന്നു. ആ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് നാം 1990 സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ എല്ലാം സുന്നി യുവജന സംഘം ഉണ്ടായിരുന്നു, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ മാത്രം സുന്നി ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ ഗ്യാപ്പ് അങ്ങനെ ആകെ നികത്താൻ തീരുമാനിച്ചു. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഉർവശിശാപം ഉപകാരം എന്ന രീതിയിലായി. ഏതായാലും AP ഉസ്താദും MA ഉസ്താദും ഒക്കെ
കൊല്ലങ്ങൾക്കുണ്ടാക്കിയ പുസ്തകമല്ലേ. ലേശൊരു പരിഷ്കരണം, അടിസ്ഥാനപരമായി മാറ്റം വരാത്ത രീതിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ നമ്മൾ ഇരിക്കുന്ന കുഷിയിലുള്ള സീറ്റ് ഇത്ര സുഖമായതുകൊണ്ട് ഊരവേദന അറിയാതെ നിങ്ങൾ ഇരിക്കുന്നത്. ഉദാഹരണം പറയാ, ഈ കറങ്ങുന്ന ഫാന് ഇതൊന്നും പഴയ കാലത്തെ വാതിലില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വാതിൽ പറയുമ്പോൾ തടുക്കിട്ടുകൊണ്ട് ആളുകൾ ഇരുന്നിരുന്നത്, ചവിട്ടുന്ന സൈക്കിൾ വാതിന് പോയത്, അതൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ പറയാം, ഇപ്പം മാറ്റങ്ങൾ എത്ര വന്നു എങ്കിൽ ഇതേപോലെ ഇവിടെയും മാറ്റം പോകണം. പക്ഷെ മാറ്റത്തിന് പല വലിയവരും സമ്മതിച്ചിരുന്നില്ല. അതാണ് ഞാൻ ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞത്. കുട്ടികൾക്ക് പരീക്ഷ നടക്കണം, പുസ്തകങ്ങൾ വേണം, മാലിന്യങ്ങൾക്ക് ജോലി ചെയ്യണം. എങ്കിൽ എന്താണ് മാർഗമുള്ളത്? ഇനി ഒരു രക്ഷയുമില്ല, വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുക തന്നെ. രൂപീകരിച്ചാൽ പിന്നെ പുസ്തകം വേണം എങ്കിൽ കാലോചിതമായ പുസ്തകങ്ങൾ ഉണ്ടാക്കാം. അതുവരെ നാം പഠിപ്പിച്ചത് അറ, ഇറ, ഉറി ഇങ്ങനത്തെ ബുക്കായിരുന്നു. അത് മതിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പക്ഷെ ഇപ്പോൾ അത് മതിയോ? നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞു, ആ സമയത്ത് വെറുംചോറും സാമ്പാറും മാത്രം തന്നാൽ നിങ്ങൾ എന്ത് പറയും? ക്യാമ്പൊക്കെ ഉഷാറായിരുന്നു, ഒരു ബിരിയാണിന്റെ കുറവ്, ഒരു നെയ്ച്ചോറ് ഇവിടെ ഉണ്ടാക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ പറയാം, ഇപ്പൊ പിന്നെ കുറെ പ്രായമുള്ള ആളുകൾ ഷുഗർകാരൊക്കെ അവരെ പരിഗണിച്ച് വെറുംചോറാവാൻ സാധ്യത ഉണ്ട്. ഞാൻ രണ്ടും പറഞ്ഞിടുക. ഏതായിരുന്നല്ലോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ രീതിയിൽ നമ്മൾ അറ, ഇറ, ഉറ ഇത് മതിയായിരുന്നു ഒരു കാലത്ത്. പക്ഷെ ഇപ്പോൾ അത് മാറ്റം വരണം. പിന്നെ അടുത്ത പാഠം ബഷീർ കീസ കീറി. ഒരു ഉദാഹരണം ഞാൻ പരിഹസിക്കാൻ പറയല്ല, നമ്മൾ ഉണ്ടാക്കിയ മാറ്റം പറയുക. പിന്നെ എന്താ പറഞ്ഞത്? മത്തൻ കറി, അസലം കുത്തി, അവൻ തലക്ക് കുത്തി. ഇതൊക്കെയാണ് പാഠം. പടച്ചമ്പുരാൻ, ഇതൊക്കെ ഇപ്പോഴത്തെ ജെ ആക്ടിന്റെ ആളുകളെ കൈ കിട്ടിയാൽ കേസെടുക്കൂലേ? കാരണം തലക്ക് കുത്താറൊന്നും പാടില്ല, കുറ്റകൃത്യം പ്രേരിപ്പിക്കാൻ പാടില്ല. ബഷീർ കീസ കീറി അതൊന്നും പഠിപ്പിച്ച് മോശമാക്കാൻ പാടില്ല. മണ്ടൻ ഉണ്ട തിന്നു, അതൊന്നും അങ്ങനെ മണ്ടൻ എന്ന് പറയാൻ തന്നെ പാടില്ല. ഒക്കെ പ്രത്യേക പേരിലാണ്. ഇത് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്തു? ആ പാഠം അങ്ങോട്ട് മാറ്റി ആ ബുൻ ഉമ്മുൻ ഇങ്ങനെ അങ്ങോട്ട് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഒരു വെടിക്ക് 3 പക്ഷി. ഒന്ന് അബുൻ എന്ന പദം പഠിപ്പിക്കുന്നതിലൂടെ അലിഫും പഠിച്ചു, ബഹും പഠിച്ചു. 2 ഉപ്പാക്ക് എന്താണ് അറബിയിൽ പറയാ? അബുൻ, അതും പഠിച്ചു. നിങ്ങൾ 3 അക്ഷരം പഠിച്ചു. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അബുൻ, ഉമ്മുൻ ഇവരിങ്ങനെ. ഈ 1ാം ക്ലാസ്സിലെ കുട്ടികൾ ഒരാഴ്ച കൊണ്ട് അറബി സംസാരിക്കുകയാണ്. യാ റബ്ബേ, മാറ്റി നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലാഹ്. അപ്പൊ ചില ആളുകൾക്കത് അത്ര രസിച്ചില്ല. അങ്ങനെ പോണോ ചെറിയ കുട്ടികൾ അബുൻ, അപ്പ, ഉമ്മുൻ, ഉമ്മ ഇങ്ങനെയൊക്കെ പറ്റുള്ളത് പഠിപ്പിക്കാണോ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട അണ്ടോൺ ഉസ്താദ് അള്ളാഹു ദർജ ഏറ്റിക്കൊടുക്കട്ടെ, അതുപോലെ PP ഉസ്താദ് അള്ളാഹു ദർജ ഏറ്റട്ടെ, കീലത്ത് മുഹമ്മദ് മാഷി അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നമ്മുടെ അന്നത്തെ പടക്കുതിരകൾ പടക്കളത്തിൽ ഇറങ്ങി. എല്ലാം ഒരുപാട് നേതാക്കളുണ്ട്. ഞാൻ പ്രധാനപ്പെട്ട ഒരു പേര് പറഞ്ഞതാ. അണ്ടോൺ ഉസ്താദ് ഉരുളക്കുപ്പേരി മറുപടിയാ. എന്റെ ഉസ്താദിന് ഒരു പ്രാവശ്യം പറയാണ്, എന്റെ നാടിന്റെ പേരുടെ അണ്ടോണാണ്. അത് അറബി ഇംഗ്ലീഷ് തിരിച്ചതിൽ അൺ ഡൗൺ എന്നാണ്. പരാജയം അല്ലാന്ന, ഞങ്ങൾ ആര് ശ്രമിച്ചാലും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആ അണ്ടോൺ ഉസ്താദ് അവറുകൾ പറഞ്ഞു, അബുൻ എന്ന് പറഞ്ഞാൽ വാപ്പ, ഉമ്മെന്ന് പറഞ്ഞാൽ ഉമ്മ. അത് രണ്ടും ഉള്ളോല് പഠിപ്പിച്ചോളും, ഇല്ലാത്തോല് ബേജാറാകണ്ടെന്ന് പറഞ്ഞു. അത് ന്യൂ ജനറേഷന് ചിലപ്പോൾ തിരിയില്ല, അതിൽ ചെറിയ മാനകളുണ്ട്. അങ്ങനെ പറഞ്ഞോളി നിങ്ങൾ. അങ്ങനെ ഉണ്ട്. അത് ആ കാലഘട്ടം 40 വയസ്സിന്റെ മുകളിൽ ആളുകൾക്ക് തിരിയും. സമജിദാർ കേലിയെ ഇഷാറ കാഫി. സമയം കുറവാണ്, ഞാൻ അങ്ങോട്ട് പോവാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. ഈ രീതിയിൽ ആക്ഷേപങ്ങൾ അതിൽ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ആളുകൾ തന്നെ എന്ത് ചെയ്തു? നമ്മളെ ഫോളോ ചെയ്തു. കാരണം മയ്യത്തം തല്ലിന്ന് പേനിറങ്ങും പോലെ കുട്ടികൾ ഇങ്ങനെ നമ്മളെ മദ്രസയ്ക്ക് വരാൻ തുടങ്ങി. അപ്പൊ തെലുക്കാർ എന്ത് ചെയ്തു? നമ്മളെ അലിഫിന്റെയും ബാഇന്റെയും ഇടയിൽ കട്ടിയുള്ള ദാല് തിരികിട്ട് മര്യാദയ്ക്ക് അവിടെ നിന്നോ നോയിപ്പിച്ചു. നമ്മൾ തിരിച്ചു ചോദിച്ചു. അപ്പൊ ഖാമൂഷ് ഒന്നും പറയല്ല. കുറച്ചും കൂടെ കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു, പടച്ചോനെ, നമ്മുടെ മക്കള് ഇതുവരെ ഓതിപ്പടിച്ചത് പൊന്നാനി ലിപിയിലാണ്. ആ ലിപിയുമായി പരിശുദ്ധ ഹറമിൽ ചെന്നാൽ ഖുർആൻ ഓതാൻ കഴിയൂല. അതിങ്ങനെ നോക്കിയിട്ട് പണ്ട് ഇംഗ്ലീഷ് വായിച്ചു പഠിച്ച ആള് പറഞ്ഞില്ലേ, ക്ലാസ്സിൽ പോയി പഠിച്ച ആള് DR എന്നുള്ളടത്ത് ഡോക്ടർ എന്ന് വായിക്കും, രാമകൃഷ്ണൻ DIM എന്ന് വായിക്കും. പുസ്തകം വായിച്ചു പഠിച്ചോളൂ, രാമകൃഷ്ണൻ ഡിം എന്ന് പറയും. ഇത് ഈ അവസ്ഥയില് ഈ മുസ്ഹഫ് ഓതി പഠിച്ച ആളുകള് ഹറമലെത്തി നോക്കുമ്പോൾ ഖുർആൻ ഓതാൻ കഴിയണില്ല. കാരണം അവിടുത്തെ ആ എഴുത്തും ഇതും വ്യത്യാസമുണ്ട്. അത് റസ്മുൽ ഉസ്മാനിയല്ലേ. കാരണം മലിക്കിന് എഴുതിയാൽ മാലിക്കിന് വായിക്കേണ്ടി വരും. ഉദാഹരണം പറയുകയാണ് ഞാൻ.
അങ്ങനെ ഇവിടുന്ന് ജോലിക്ക് പോകുന്നവരൊക്കെ ജിദ്ദയിൽ 10 റിയാൽ കൊടുത്ത് അറമിലെത്തിയിട്ട് തിരിച്ചു പോരുമ്പോ ആ വിദ്യാഭ്യാസ ബോർഡ് പഠിച്ച ആളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളെ പുസ്തകം ഖുർആൻ പഠിച്ച ആൾ പറയാം, അൽഹംദുലില്ലാഹ് എനിക്കിന്ന് 10 ലക്ഷം ജുസ് ഞാൻ ഖുർആൻ ഓതി. 10 ലക്ഷം ഖുർആനോ? അതെങ്ങനെ ഓതിയത്? ഒരു ജുസ് എനിക്ക് ഓതാൻ സമയം കിട്ടി, അൽഹംദുലില്ലാഹ്. ഇവൻ ഓതി നോക്കുമ്പോ ഓതാൻ കഴിയണില്ല. ഈ എവിടുന്ന പഠിച്ച്? അനേപ്പിക്കാര മദ്രസന്ന് ഞങ്ങൾ ഉദാഹരണം പറയാണ്. അവസാനം അവർക്ക് ഓതാൻ കഴിയണില്ല. അവർ വിളിച്ചു, ഞാനോ പൊട്ടു, ഹറമൽ ഖുർആൻ ഓതാൻ പറ്റൂല, എന്റെ മക്കളെയും പേരമക്കളെയും വേഗം അപ്പുറത്ത് കൊണ്ടുപോയി ചേർത്തോ. സുബ്ഹാനല്ലാഹ്, വിസ്ഫോടനത്തിന്റെ രൂപം നോക്കണം നിങ്ങൾ. ഹറമിലെ ഖുർആൻ ഓതണമെന്നും മക്കയിലും മദീനയിലും വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്നും ലോകത്തെവിടെ കറങ്ങിയാലും ഉസ്മാനിയാണെന്നും ബോധം വന്നപ്പോ നമ്മുടെ മദ്രസയിലേക്ക് കുട്ടികൾ കൂടാൻ തുടങ്ങി. നോക്കിക്കോളൂ നിങ്ങൾ. അപ്പൊ അവർക്കും തോന്നി ഇനി രക്ഷല്ല, മാറ്റി തന്നെ. അതുകൊണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മറുപടി പറഞ്ഞത്, അല്ലോ ഇവർ പുസ്തകം മാറ്റി, നിസ്കാരം മാറ്റി, മാറ്റി മാറ്റി അള്ളാന്റെ ഖുർആനും മാറ്റിയില്ലേ. അങ്ങനെ വെള്ളു പറഞ്ഞിരുന്നു, അങ്ങനെ വെള്ളു പറഞ്ഞു. എന്നൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് മറുപടി നമ്മൾ പറഞ്ഞത്. സയ്യിദ് വാജിബൈൻ എഴുതി തക്കാപ്പ മാസികയും അസയ്യിദ് വാജിബൈൻ വാജിബൈനെ ഞങ്ങളാക്കിയില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് യുഗണ്ട്, അതൊക്കെ കഴിഞ്ഞു പോയി കൂട്ടരെ. ഏതോ ആകട്ടെ, ചുരുക്കത്തിൽ വലിയ മാറ്റം അവിടെ ഉണ്ടാക്കി. പുസ്തകം നോക്കുമ്പോഴാണെങ്കിലോ നാറുൻ ബാരിദുൻ, ബഹുമാനപ്പെട്ട ബാബ ഉസ്താദ് കോടമ്പുഴ സാഫിയത്തും കൊടുക്കട്ടെ, ഹെഡിങ്ങാണ് നമ്മളെ പുസ്തകത്തിന്റെ. നാറുൻ ബാരിദുൻ, തണുത്ത തീ. ഇതെന്ത് കഥ? തബായിന് കുല്ലി നിങ്ങൾ. നാറുൻ ബാരിദുൻ, തണുത്ത തീ. ഇതെന്ത്? ആ ചരിത്രം വായിക്കുമ്പോൾ ഇബ്രാഹിം നബിയെ തീരട്ടപ്പോൾ നിങ്ങൾ ഹെഡിങ് തന്നെ അട്രാക്റ്റീവ് ആയിട്ട് ഈ കുട്ടികൾക്കത് പഠിക്കാൻ വല്ലാത്ത താല്പര്യം വരികയാണ്. അതുപോലെ കഥ പറയാം. ആ കഥകളിലൂടെ കുട്ടികളെ ഗ്രാമർ പഠിപ്പിക്കുകയാണ്, കഥകളിലൂടെ തസ്കിയത്ത് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ പിന്നെ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് പാട്ട്. അതിലിപ്പോ ഈ കൊറോണ വന്നപ്പോ മാസ്റ്റർ പീസാണ്. അൻവറിന്റെ വീട്ടിലുണ്ട് 3 കസേര, അല്ലെ? ഒരു ഉദാഹരണം പറയാ. ആ രീതിയിലുള്ള ചെറിയ കുട്ടികൾ. അപ്പൊ കരിമാജനെ കാണുമ്പോഴേക്കാ അൻവറിന്റെ പാട്ടുള്ള ഇങ്ങനെ പറയാം. ഈ രീതിയിൽ കാലോചിതമായ പുസ്തകങ്ങൾ സൈക്കോളജിക്കലായി പഠിച്ചപ്പോൾ പെട്ടെന്ന് ക്ലിക്കായി എന്ന് ഞാൻ അവകാശവാദം പറയല്ല. അതേ സമയത്ത് നമ്മുടെ ദായിറക്ക് പുറത്തുള്ള ജനറൽ മുസ്ലിം ടീം അവര് പഠിച്ചു എഡ്യൂക്കേഷൻ ബോർഡുകളെ കുറിച്ച്. സുന്നികൾക്ക് AP വിദ്യാഭ്യാസ ബോർഡും VK വിദ്യാഭ്യാസ ബോർഡും, സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ്, പിന്നെ ദക്ഷിണക്കര വിദ്യാഭ്യാസ ബോർഡ്, മുജാഹിദിന് അന്നൊന്നുള്ളായിരുന്നു വിദ്യാഭ്യാസ ബോർഡ്, പിന്നെ ജമാഅത്ത് ഇസ്ലാമി. ഈ പുസ്തകങ്ങളെല്ലാം വരുത്തിയവന്മാർ. എന്നിട്ട് അവരൊന്ന് വെച്ച് പഠനം നടത്തി. ആ പഠനത്തിന്റെ റിസൾട്ട് വന്നു. അവർ അല്ലാഹു എന്ന പാഠമായിരുന്നു ചർച്ചക്കെടുത്തത്. അതിൽ മുജാഹിദിന്റെ എഴുത്ത് തന്നെ പാഠം ഒന്ന് അല്ലാഹു പോയി, അവിടെ തന്നെ പ്രൊണൗൺസിയേഷൻ പോയി. ജമാഅത്ത് ഇസ്ലാമി പാഠം ഒന്ന് അല്ലാഹു പോയി, അവിടെയും പോയി. ഒന്നുകിൽ കുരുക്കളം നെഞ്ഞത്ത്, അല്ലെങ്കിൽ കളരിന്റെ പുറത്ത്. രണ്ടും ആവാൻ പാടില്ല. അപ്പൊ സുന്നികളുടെ പുസ്തകത്തിൽ അള്ളാഹു ആണ്. പക്ഷെ അള്ളാഹു ഏകനാണെന്ന് പഠിപ്പിക്കുന്ന പാഠം നമ്മുടേതല്ലാത്ത എല്ലാവരുടെയും പുസ്തകം. സംസ്ഥാനയുടേത്, VK വിദ്യാഭ്യാസ ബോർഡിൻ്റെത്, ദക്ഷിണയുടെയൊക്കെ പാഠം ഒന്ന് അള്ളാഹു. അള്ളാഹു ഏകനാണ്, അവന് സന്താനങ്ങളില്ല, അവൻ നമ്മെ പോലെയല്ല, അവനെ പോലെ മറ്റാരുമില്ല. അങ്ങനെയും പോവാൻ ഒഴുക്കിൽ. ഇത് തന്നെ ജമാഅത്തൊക്കെ ഭാഷ മാറ്റി കൊടുക്കുന്നത്. നമ്മളെ പാഠപുസ്തകം എടുത്തു നോക്കുമ്പോൾ അതിൽ അങ്ങനെയില്ല. പിന്നെ പാഠം ഒന്ന് അള്ളാഹു, ഹെഡിങ് അങ്ങനെ. പിന്നെ അടുത്ത സെന്റൻസ് എന്താ? നാം താമസിക്കുന്ന ഭൂമിയിലേക്ക് നോക്കൂ. അപ്പൊ കുട്ടികളൊക്കെ നോക്കി, എന്തോ ഒരു കൗതുകം എന്ന് പറയാൻ. പർവ്വതങ്ങൾ, മരങ്ങൾ. ഇനി ആകാശത്തേക്ക് നോക്കൂ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. കുട്ടിയൊക്കെ ഉറങ്ങാൻ ചാൻസ് ഇല്ല. എന്നിട്ട് ചോദിക്കാൻ, ആരാണ് ഇവയൊക്കെ സംവിധാനിച്ചത്? ശരിയാ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പന് ആൻസർ കിട്ടും, അവനാണ് അല്ലാഹ്. സൈക്കോളജിക്കൽ ടീച്ചിങ് മെത്തേഡ്. ആ ടീം വിലയെഴുതി സൈക്കോളജിക്കലായി, ശാസ്ത്രീയമായി കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന പുസ്തകം അത് AP ഭാഗത്തിന്റെ പുസ്തകമാണ് എന്ന് തീർച്ചയായിട്ടും അവർ പഠിപ്പിച്ചു. അവർ വിധി എഴുതി. ഇത് നമ്മുടെ അവകാശവാദമല്ല, പുസ്തകങ്ങൾ എടുത്തു വെച്ചിട്ട് അവർ പറഞ്ഞതാണ്. എത്രത്തോളം ചോദിച്ചാൽ, നമ്മൾ പാഠങ്ങൾ പുസ്തകം തയ്യാറാക്കിയപ്പോൾ
നമ്മുടെ പണ്ഡിതന്മാർ ഇരുന്ന് ആലോചിച്ചു. ഒന്ന്, ആഹാരം വിജയിച്ചു കിട്ടണം, തെറ്റിൽ നിന്ന് തടഞ്ഞു നിർത്തണം. അതിന് വിശ്വാസകാര്യങ്ങൾ ആവശ്യമാണ്. കടക്കട്ടെ, വിശ്വാസകാര്യങ്ങൾ ഒരു ഭാഗം. മറ്റൊന്ന്, മുസ്ലിമായി ജീവിക്കുമ്പോൾ കർമ്മങ്ങൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് കർമ്മഭാഗം മറ്റൊന്ന് ബഹുസ്വര സമുദായത്തിലാണ് ജീവിക്കുന്നത്, കുടുംബത്തിലാണ് കഴിയുന്നത്, രാഷ്ട്രീയത്തിലാണ് കഴിയുന്നത്. ഏതാളാണെങ്കിലും സ്വഭാവം നന്നാകണം, വേണ്ടേ? എങ്കിലും ആരും ഇഷ്ടപ്പെടൂ. അതുകൊണ്ട് തന്നെ അഖ്ലാഖ് കെട്ടുന്നത്. മറ്റൊന്ന്, ഭാവി ചരിത്രം വിരചിക്കണമെങ്കിൽ കഴിഞ്ഞ ഗതകാല ചരിത്രം പഠിക്കണം. അതുകൊണ്ട് ചരിത്ര പഠനം അനിവാര്യമാണ്. അങ്ങനെ ചരിത്രം. മറ്റൊന്ന്, ഇതെല്ലാറ്റിന്റെയും പുറമേ ഈ സ്വഭാവങ്ങളും മറ്റുമൊക്കെ പഠിപ്പിച്ചു കഴിയുമ്പോ നമ്മുടെ കുട്ടികളെ കഥയിലൂടെ പറയാൻ, ഇന്ന് ഉപ്പാനെ കൊണ്ടുവരാൻ എയർപോർട്ടിലേക്ക് പോകണ്ടേ, പോകണം എങ്കിൽ എയർപോർട്ടിലേക്ക് പുറപ്പെടാം. എയർപോർട്ടിലേക്ക് പോയി വരുമ്പോഴേക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ദിക്ർ പഠിച്ചു, അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന ദിക്ർ പഠിച്ചു, ഇറങ്ങുമ്പോൾ ദിക്ർ പഠിച്ചു, എല്ലാ ദിക്റുകളും സലാം പറിച്ചു. നിങ്ങൾ ഒരു എയർപോർട്ടിൽ പോയതാ കേസ്. പക്ഷെ അറിയാതെ കൊച്ചുകുട്ടികൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ മോനെ അമ്പിളിയമാവെന്ന് പറഞ്ഞ് വാ പിളർക്കുമ്പോൾ ഉമ്മ ചോറ് വെച്ചു കൊടുക്കുന്നത് പോലെ നമ്മുടെ കുട്ടികളെ പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ. ഈ അടുത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഖലീത്തങ്ങളെ വിളിച്ചുകൊണ്ട് ഒരു അഭിനന്ദനം അറിയിച്ചു. ഇതെന്നു അഭിനന്ദനം? ട്രാഫിക് നിയമങ്ങളൊക്കെ നിങ്ങളെ മദ്രസ പാഠപുസ്തകത്തിൽ ഉണ്ടല്ലേ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. ചുരുക്കത്തിൽ PG മുതൽ KG വരെ. പണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നു, ഇപ്പൊ അത് പറഞ്ഞാൽ ശരിയാകൂല. പ്രീ KG മാറുന്നുണ്ട്. അതായത് ഫസ്റ്റ് ബസ്സിന്റെ മുമ്പ് ബസ്സുണ്ട്, ലാസ്റ്റ് ബസ്സിന്റെ പുറകിലും ബസ്സാ. ഇതാണ് നമ്മുടെ മുന്നേറ്റം, ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസ മുന്നേറ്റം. അപ്പൊ പ്രീ KG മുതൽ അങ്ങോട്ട് തുടങ്ങി 12ാം ക്ലാസ് വരെയുള്ളതും അതിനപ്പുറം സ്ത്രീകളെ ശാക്തീകരിക്കാൻ ആവശ്യമായ ഹാദിയ കോഴ്സുകളും കുടുംബത്തെ സാധിക്കുന്ന ആവശ്യമായ അസുഫ ദർസുകളും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് വരികയാണ്. ഇതിന്റെ നേട്ടം ഇതര സംസ്ഥാനങ്ങൾ കൂടെ മനസ്സിലായി. അങ്ങനെ കർണാടക, തമിഴ്നാട്, മധ്യപ്രദേശ്, UP, ആസാം, ഗുജറാത്ത്, കാശ്മീർ, മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഇന്ത്യ രാജ്യത്തെ ഒട്ടനവധി സംസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ പുസ്തകങ്ങൾ എത്തി, മദ്രസകൾ എത്തി. അൻഡമാൻ നിക്കോബാർ ദ്വീപ് ബംഗാൾ ഉൾക്കടലിലാണ്, ലക്ഷദ്വീപ് അറബിക്കടലിലാണ്. എല്ലാ സ്ഥലത്തും സന്ദേശങ്ങൾ എത്തി. മലേഷ്യയിലും ഗൾഫ് രാജ്യങ്ങളിലും ഞാൻ ചുരുക്കുന്നു. പിന്നെ അറബി ഭാഷയിൽ, അറബി മലയാളത്തിൽ, തമിഴ് ഭാഷയിൽ, അറബി തമിഴിൽ, കന്നഡയിൽ, ബംഗ്ലയിൽ, ഉറുദുവിൽ, ഇംഗ്ലീഷിൽ, അങ്ങനെ തുടങ്ങിയ വിവിധങ്ങളായ ഭാഷകളിൽ നമ്മൾ പുസ്തകങ്ങൾ രചിക്കുകയാണ്. ഇതൊക്കെ നിയന്ത്രിക്കാൻ IEBI, ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യ രാജ്യത്തെ മൊത്തം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അൽഹംദുലില്ലാഹ്. അതിന്റെ ഒക്കെ മുമ്പ് പ്രീ സ്കൂൾ എന്ന് പറഞ്ഞ സംവിധാനം അത് വേറെ നടത്തുകയാണ്. അതിന് പുസ്തകം ഉണ്ടാക്കുകയാണ്. അതിന് പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾക്ക് കൈപുസ്തകം വേറെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ വാർഷിക, അർദ്ധവാർഷിക പൊതുപരീക്ഷകൾ വളരെ ക്രിയാത്മകമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അംഗീകാരം ഉള്ള 10,256 മദ്രസകൾ സുന്നി വിദ്യാഭ്യാസമോട് ഈ കാലത്തിനിടയിൽ നമ്മൾ അൽഹംദുലില്ലാഹ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതില് 5,12,800 വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാഹ് ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 35,000 മുഅല്ലിമീങ്ങള് MSR ഉള്ള മുഅല്ലിമീങ്ങൾ ഇപ്പോൾ അൽഹംദുലില്ലാഹ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 100% മാർക്ക് വാങ്ങുന്നവർക്കും അവർ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും പ്രത്യേകം പുരസ്കാരങ്ങൾ നൽകുന്നുണ്ട്. അധ്യാപകന്മാർക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ അതിന്റെ പുറമെയും നടത്തുന്നുണ്ട്. 60 കഴിഞ്ഞ നമ്മുടെ പ്രായം ചെന്ന അധ്യാപകൻ മുഅല്ലിമീങ്ങൾക്ക് അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 400 പെൻഷൻ ഇപ്പോൾ ഉണ്ട്. അപേക്ഷ വേറെ പുതുതായി കിടക്കുന്നുണ്ട്. എല്ലാറ്റിനും പുറമെ പൊതുവിദ്യാഭ്യാസം വേണം, മത്സര പരീക്ഷകൾ വേണം. അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാം വേറെയും നടത്തുന്നുണ്ട്. അധ്യാപക പരിശീലന ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകാൻ പ്രത്യേകം ഇങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ട്. മദ്രസകൾ കാര്യക്ഷമമാക്കാൻ വേണ്ടി കുറവ് നികത്താൻ 100-ലേറെ മുഫത്തിഷുമാർ ജാഗരൂകരായി നിൽക്കുന്നുണ്ട്. അധ്യാപക പരിശീലനങ്ങൾക്ക് മാത്രമായി 20 മാസ്റ്റർ ട്രെയിനർമാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ 20 മാസ്റ്റർ ട്രെയിനർമാർ ഉണ്ട്.
ഖുർആൻ പാരായണം നേരത്തെ കുഞ്ഞിക്കുളം പറഞ്ഞല്ലോ, ശീലിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള കാരികൾ സദാ സന്നദ്ധരായി ഉണ്ട്. കണ്ടും കേട്ടും രസിച്ചും അനുഭവിച്ചും കുട്ടികൾ മതം പഠിക്കണം. അതാണ് സ്മാർട്ട് ക്ലാസ് റൂമുകൾ. ഇൻഷാ അല്ലാഹ് അതിലൂടെയുള്ള സംവിധാനങ്ങൾ നേതൃത്വം കൂടുതൽ സിലബസ് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ കഴിവുകൾ പോഷിപ്പിക്കാൻ SBS-ന്റെ കീഴിൽ സമാജങ്ങൾ നടക്കുന്നുണ്ട്. അധ്യാപന മികവ് ലക്ഷ്യം വെച്ചുകൊണ്ട് 500ഓളം റേഞ്ച് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. അധ്യാപക ക്ഷേമത്തിന് വേണ്ടി HAM-ന്റെ റേഞ്ച്, മേഖല, ജില്ല, സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മദ്രസ പുരോഗതി ലക്ഷ്യം വെച്ച് അതിന് ഭൗതിക സംവിധാനങ്ങളും നേരത്തെ ഉസ്താദുമാരെ ശമ്പളമടക്കം കൺട്രോൾ ചെയ്ത് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് SMA സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ വേറെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് റീജിയൻ തലത്തിലും സോൺ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും ഘടകങ്ങളുണ്ട്. അതിന്റെ സമ്മേളനം ഈ വരുന്ന 11-ാം തീയതി മലപ്പുറത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ നടത്താൻ ഇരിക്കുകയാണ്. അല്ലാഹ് വിജയിപ്പിക്കുമാറാവട്ടെ. ചുരുക്കത്തിൽ ഒരു എണ്ണയിട്ട യന്ത്രം കണക്കെ ഒരു ഗവൺമെന്റ് പോലെ ഈ സംവിധാനം അൽഹംദുലില്ലാഹ് മുന്നോട്ട് പോവാണ്. എന്നാലോ ഒരു രൂപ പോലും ഗവൺമെന്റിൽ നമ്മൾ ഇതിന്റെ പേരിൽ ഗ്രാന്റ് വാങ്ങുന്നില്ല. ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ആത്മീയ വിജ്ഞാന വിസ്ഫോടന വിപ്ലവം നടത്താൻ കേരളത്തിലിരുന്നു കൊണ്ട് തന്നെ സമസ്തകൾ ജമീയത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഏറ്റവും മാറ്റം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തും. നിങ്ങളൊരു യാത്ര പോവുക ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൂടെ. ഈജിപ്തിലൂടെ പോവാം, ഇറാഖിലൂടെ പോകാം, യമനിലൂടെ പോകാം. എവിടെ പോയാലും ഖുർആൻ ഓതാൻ കഴിയാത്ത മുസ്ലിമീങ്ങളെ കാണും. കിബല പോലും അറിയാത്ത മുസ്ലിം ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ നിസ്കാരം പഠിപ്പിച്ച അനുഭവം എനിക്കുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ അത്തരം ഒരു മുസ്ലിമിനെ കാണൂല. എന്തേ? ഒരു പുതിയ ട്രെൻഡിലേക്ക് നാം എത്തിച്ചു. 5-6 വയസ്സായി കഴിയുമ്പോഴേക്ക് ഒരു കുട്ടിയെ മാർക്ക കല്യാണം നടത്തണം, പിന്നെ സ്കൂളിൽ ചേർക്കണം, പിന്നെ മദ്രസയിൽ ചേർക്കണം. ഇതൊരു ട്രെൻഡായി തന്നെ മാറി. വിവാഹം ആലോചിക്കുമ്പോൾ മുമ്പ് 5 ആയിരുന്നു, ഇപ്പോൾ 10 വരെ സ്കൂളും 7 വരെ മദ്രസയും ഇല്ലെങ്കിൽ അതൊരു കുറച്ചിലാണ്. അതൊന്നുകൂടെ ഉസ്താദുമാർ മാലിന്യങ്ങൾ ഇടപെട്ടുകൊണ്ട് 10-ാം സ്റ്റാൻഡേർഡിലേക്ക് മാറ്റണം. ഭൗതികമായ സ്കൂൾ സംവിധാനം മദ്രസയെ ബാധിക്കാൻ അനുവദിക്കരുത്. SMA ഇൻഷാ അല്ലാഹ് HAM-ഉം വിദ്യാഭ്യാസ ബോർഡും ആലോചിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പുതിയ നമ്മുടെ യൂണിഫോം പദ്ധതി, ആൺകുട്ടികൾക്ക് SSF-ന്റെ പതാക കളറുള്ള തൊപ്പിയും പെൺകുട്ടികൾക്ക് നല്ല നീല കളറും വെളുപ്പും തിരിക്കുന്ന മഫ്തയും വിദ്യാഭ്യാസത്തിന്റെ രീതിയിൽ ഒരു പുതിയ മാറ്റം കൂടിയിട്ട് നാം അതുകൂടെ അവതരിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് മാറ്റങ്ങളും പുരോഗതിയും നമ്മുടെ നേതൃത്വം ഉറക്കമൊഴിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിനോട് കൂടെ സഹകരിച്ചു നിന്നാൽ നമുക്കെല്ലാം ആത്മീയ ബോധം ലഭിച്ചതുപോലെ ഖിയാമത്ത് നാൾ വരെ ഇൻഷാ അല്ലാഹ് ആത്മീയ ബോധമുള്ള സുന്നി ചൈതന്യമുള്ള നല്ല തലമുറ ഇവിടെ നിലനിൽക്കണം. നാം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ഇൻഷാ അല്ലാഹ് പ്രാർത്ഥിക്കുന്ന തലമുറ ജനിക്കണം. അല്ലാഹു ജല്ല ജലാൽ ആകാവുന്നതെല്ലാം ചെയ്തു പോകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മെ മുമ്പ് വഴി നടന്നുപോയ മുഴുവൻ പണ്ഡിത സാദാത്തുക്കൾ, കൂടുന്ന ഉമറാക്കൾ, സഹോദരിമാർ മുഴുവൻ ആളുകൾക്കും ഒന്നിച്ച് ജന്നാത്തുനായിമാകുന്ന സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്ത് 3 മിനിറ്റ് നിങ്ങൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എടുത്തിട്ടുണ്ട്. പരമാവധി വിഷയം ചുരുക്കിയിട്ടുണ്ട്. ദുആ വസിയത്തോടുകൂടെ വാഹു ദവാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.